പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ മൻ യർസുഖുക്കും മിനസ് സമാഇ വൽ അർദ്. പറയുക, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആഹാരം നൽകുന്നത് ആരാണ്? അതല്ലെങ്കിൽ കേൾവിയും കാഴ്ചകളും അധീനപ്പെടുത്തുന്നത് ആരാണ്? ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതും പുറപ്പെടുവിക്കുന്നതും ആരാണ്? കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും ആരാണ്? അവർ പറയും, അല്ലാഹു എന്ന്. അപ്പോൾ പറയുക, എന്നിട്ട് നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? അപ്പോൾ ഇവിടെ വിശദീകരണത്തിൽ പറഞ്ഞത്, ലോകത്തുള്ള ബഹുദൈവാരാധകരിൽ ബഹുഭൂരിപക്ഷവും ഏകനായ പ്രപഞ്ചനാഥന്റെ രക്ഷാകർത്തൃത്വം അംഗീകരിക്കുന്നവരാണ്. അപ്പം ഏത് മതത്തിൽപ്പെട്ട അറിവുള്ള ആൾക്കാരോട്, സാധാരണക്കാരുടെ ഒരു കാര്യമില്ല, ആ മതത്തിൽ പ്രാവീണ്യം നേടിയ ആളോട്, പുരോഹിതന്മാർ, പണ്ഡിതന്മാരോട്. പുരോഹിതൻ എന്ന് നമ്മൾ പറഞ്ഞ എന്താണ്, പൗരോഹിത്യവും പാണ്ഡിത്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. പൗരോഹിത്യം എന്ന് പറയുമ്പോൾ ആ അമ്പലത്തിൽ, ക്ഷേത്രത്തിൽ കാർമ്മികം വഹിക്കുക, അവരുടെ ചടങ്ങുകൾ നിർവഹിച്ചു കൊടുക്കുക, അവിടെ ജനങ്ങളുടെ കാണിക്കകൾ സ്വീകരിക്കുക, ആ വരുമാനം കൊണ്ട് ജീവിക്കുക, അങ്ങനെയുള്ള ആൾക്കാരാണ് പുരോഹിതന്മാർ. അതേസമയം അറിവുള്ള ആൾക്കാരുണ്ടാവും, പക്ഷെ അവർ ഇങ്ങനെ അതിൽ നിന്ന് വരുമാനം നേടുകയില്ല. അറിവ് നേടും, ആ അറിവ് ജനങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അതേസമയം ഒരു ജോലി ചെയ്ത് ജീവിക്കും, അങ്ങനെ കൈത്തൊഴിൽ ചെയ്ത് ജീവിക്കും. ഈ അറിവ് കൊണ്ട് വരുമാനം ഉണ്ടാക്കില്ല. ജനങ്ങൾക്ക് ചിലപ്പം അറിവ് പറഞ്ഞു കൊടുക്കും, ചിലപ്പോൾ അതിൽ നിന്ന് വരുമാനം കിട്ടുകയാണെങ്കിൽ സ്വീകരിക്കുമ്പോൾ അത് ലക്ഷ്യമായി ജീവിക്കില്ല. ആണ് പുരോഹിത്യവും പാണ്ഡിത്യം അറിവുള്ളവരായിരിക്കും. പുരോഹിതന്മാർക്ക് അറിവുണ്ടാവില്ല. അവരവിടുത്തെ കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് ജീവിക്കും. ഇപ്പം അമ്പലത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും, പൂജാരിമാർ, പിന്നെ ഈ ക്ഷേത്രത്തിൽ കാണിക്ക സ്വീകരിക്കുക, അതുപോലത്തെ ക്ഷേത്രത്തിൽ വരുന്നവർക്ക് നിവേദ്യം കൊടുക്കുക, അങ്ങനത്തെ ആൾക്കാരുണ്ടാവില്ല, പൂണൊന്നും ധരിച്ചിട്ട്. അപ്പോൾ എല്ലാ മതങ്ങളിലും, ഹിന്ദു മുസ്ലിം മതത്തിലൊക്കെ ഉണ്ട് ബാങ്ക് കൊടുക്കുന്നവർ, പള്ളിയിൽ ഖത്തീബ് ഇപ്പം കുത്തുബ നിർവഹിക്കും. അറബിയിൽ കുത്തുബ നിർവഹിക്കാൻ ഇപ്പം വലിയൊരു അറിവൊന്നും വേണ്ട, അവർ കുത്തുബ നിർവഹിക്കും. ജനങ്ങൾക്ക് യാതൊരു ഒരു 10-250 ആൾക്കാർ ചുരുങ്ങിയത് ഒരു പള്ളിയിൽ സമ്മേളിക്കുന്നുണ്ട്. ആ സമയത്ത് പോലും എന്തെങ്കിലും മലയാളത്തിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ, അങ്ങനെയുള്ള ബോധം ഇല്ലാത്തവരാണ് സുന്നി സമൂഹം. അതുപോലെ തന്നെ മറ്റു ആൾക്കാരും. തബ്ലീഗുകാർ അല്പമെങ്കിലും അസറിന് ശേഷം, എല്ലാ നമസ്കാരത്തിനും അസറിന് ശേഷം ഒരു ഉത്ബോധന ക്ലാസ് നടത്താറുണ്ട്. ഞാൻ നടത്തുന്നതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പം കോഴിക്കോട് തബ്ലീഗുകാരുടെ പള്ളിയുണ്ട്, അവരെല്ലാ ദിവസവും അസറിന് ശേഷം ഒരു ഉത്ബോധന ക്ലാസ്, ഹദീസ് ക്ലാസ് നടത്തും. അപ്പോൾ അതെങ്കിലും ഹദീസ് ക്ലാസ് ആണെങ്കിൽ ഹദീസ്, ഖുറാനാണെങ്കിൽ ഖുറാൻ, എന്തെങ്കിലും ഒരു ഇൽമിൻ്റെ സദസ്സിൽ എല്ലാവരും സമ്മേളിക്കുക. നമ്മുടെ കയ്യിലൊക്കെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ആ സമൂഹത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖവും ഒക്കെയാണ്. അതുപോലെ തന്നെ മാലാഖമാരുടെ സാമീപ്യം നമുക്കുണ്ടാവും. ഒരു ഇൽമിൻ്റെ സദസ്സിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു മാലാഖമായ സാമീപ്യം ഒക്കെ, നമുക്കും അങ്ങനെ ആവാനൊക്കെ ശ്രമിക്കാൻ കഴിയും. നമ്മളങ്ങനെ സദസ്സിലിരിക്കുമ്പോൾ ഒരു വ്യക്തി വെള്ളം ഇരുന്ന് കുടിക്കും, നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു. വെള്ളം ഒക്കെ നിന്ന സ്ഥലത്താണല്ലേ, അയാൾ മുപ്പത് എന്ത് ചെയ്തു, നിലത്ത് ഇരുന്നിട്ട് കുടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അത് പിൻപറ്റാൻ നമുക്കൊരു താല്പര്യം തോന്നും. വേറൊരാൾ വെള്ള ജുബയും വെള്ള തൊപ്പിയൊക്കെ ഇട്ട് നടക്കുന്നത് കാണാം, അപ്പോൾ നമുക്ക് അത് പിൻപറ്റാനുള്ളൊരു തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ പല ഗുണങ്ങളുണ്ട് ഈ സമൂഹത്തിൽ ചെല്ലുമ്പോൾ. പക്ഷേ യൂട്യൂബ് പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് എന്താ, അത് മാത്രം നമ്മളും ആ യൂട്യൂബ് പ്രാസംഗികനും നമ്മളും ഒരു ഇലക്ട്രോണിക് ഉപകരണവും മാത്രമാണ് തനിച്ചാവുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു അനുകരണം നമുക്ക് അതിൽ ലഭിക്കുന്നില്ല. അപ്പോൾ യൂട്യൂബിലിപ്പോൾ ഒരു മൊഴി പോലെ നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കണം, വെള്ള ജുബ്ബ ധരിക്കണം, തലപ്പാവ് ധരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് ഉൾക്കൊള്ളാൻ അല്പം പ്രയാസമായിരിക്കും. പക്ഷെ അത് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് അത് പിൻപറ്റാനൊക്കെ തോന്നും. ഒരാൾ താടി വളർത്തുന്ന കണ്ടാൽ നമുക്കതുപോലെ ആവണം. അതുപോലെ ചില ആൾക്കാർ അങ്ങോട്ടും അന്യോന്യം ആശ്ലേഷിക്കും, നെഞ്ഞോട് നെഞ്ഞ് ചേർന്ന് ആശ്ലേഷിക്കാതെ പ്രവാചകൻ്റെ രീതിയാണ്. പണ്ടൊക്കെ ഞാനിങ്ങനെ പരീക്ഷിച്ചു, എന്താപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഹദീസ് പഠിച്ചപ്പോൾ എനിക്ക് തോന്നി അത് നല്ലതാണ്, പ്രവാചക ശരിയാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ
അറിവുകളൊക്കെ നേടുക, അങ്ങനെ ജനക്കൂട്ടത്തിന് ഇടയിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ നല്ല ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ഇരിക്കാം. ഇപ്പോൾ ഒരു പഠിക്കാത്തൊരു കുട്ടി, ക്ലാസ്സിലധികം പഠിക്കാത്തൊരു കുട്ടി എല്ലാ ക്ലാസ്സും ഇപ്പോൾ 1 മുതൽ 6 വരെ അവന് പിന്നെ അധികം മാർക്കൊന്നും ഇല്ലാത്ത കുട്ടിയാണ്. പക്ഷെ അവൻ 7ാം ക്ലാസ്സിലേക്ക് ജയിച്ചപ്പോൾ അവന് മറ്റൊരു ക്ലാസ്സിലാണ് കയറിയത്. എന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും പഠിക്കുന്ന കുട്ടികൾ, എല്ലാ കുട്ടികൾക്കും 80% മേൽപോട്ട് മാർക്കുള്ള കുട്ടികളാണ് ആ ക്ലാസ്സിലുള്ളത്. ആരും അതിന് താഴോട്ടുള്ളവരില്ല. അപ്പോൾ ഇവനെന്ത് ചെയ്യും? ഇവന് ശരിക്കും 10% 20% മാർക്കുള്ളൂ. അവനെന്ത് ചെയ്യും? ആ വർഷം എന്ത് ചെയ്യും? അവനൊരു 50% അല്ലെങ്കിൽ 60% മാർക്ക് വാങ്ങും. കാരണം എല്ലാവരും പഠിക്കുന്ന കുട്ടികളാണ്. പക്ഷെ മറ്റു ക്ലാസ്സിലാണെങ്കിലോ 1 മുതൽ 6 വരെയുള്ള ക്ലാസ്സിൽ ഒരു 30% മാർക്കുള്ള കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അവരുടെ കൂടുതൽ ഇവനെന്ത് ചെയ്യും? മാർക്ക് കുറഞ്ഞു. പഠിക്കുന്ന കുട്ടികളെ കൂടെ അവനും മാർക്ക് കൂടും. അപ്പം പറഞ്ഞു വരുന്നത്, അപ്പം നമ്മൾ ഇങ്ങനെ ഉള്ള സമൂഹത്തിൽ പോയിരിക്കുക, വിശുദ്ധി കാണിക്കുന്ന ജനങ്ങൾ അവരിലാണ് ഉള്ളത് എന്ന് ഖുർആനിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ആളിൽ പോയിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം ഈ പണ്ഡിതന്മാർ, വലിയ പുരോഹിതന്മാർ, ഇത്തരം ക്രൈസ്തവരാകട്ടെ ഹൈന്ദവരാകട്ടെ, അവരിലെ പ്രാവീണ്യം, അവരെ മത വിഷയത്തിൽ പ്രാവീണ്യമുള്ളവരോട് ചോദിച്ചാൽ അവർ പറയും, പിന്നെ ഇപ്പോൾ ഹിന്ദുമതത്തിൽ പ്രാവീണ്യമുള്ളൊരു വ്യക്തിയോട് ചോദിച്ചാൽ ഈ ഹിന്ദുമതത്തിൽ ഏകദൈവ സങ്കല്പം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഉടനടി പറയും അയാൾ ഹിന്ദുമതത്തിൽ ഏകദൈവത്തിലാണ് അധിഷ്ഠിതമാണ് ഹിന്ദുമതം എന്ന് അദ്ദേഹം പറയും. അറിവുള്ളവർ കേട്ടോ, അറിവില്ലാത്തവർ പല വിടുവായത്തങ്ങളും പറയും. പക്ഷെ അറിവുള്ളവർ പറയും ഹിന്ദുമതം എന്ന് പറഞ്ഞത് ഏകദൈവത്വമാണ്. ക്രിസ്തുമതത്തിൽ പ്രാവീണ്യമുള്ളൊരു വ്യക്തിയോട് ചോദിച്ചാൽ അദ്ദേഹം പറയും ക്രിസ്തുമതം എന്ന് പറഞ്ഞാൽ ഏകദൈവത്വ സിദ്ധാന്തമാണ്. പിന്നീട് അതിൽ പിന്നെ പല വചനങ്ങളും പിന്നെ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ പാടുന്നുണ്ട്. അത് പിന്നീട് പുരോഹിതന്മാർ എഴുതി ചേർത്തായിരിക്കും. പറഞ്ഞു വരുന്നത് എല്ലാ മതങ്ങളും ഏകദൈവത്വ സിദ്ധാന്തമാണ് പ്രചരിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ഏകദൈവത്വ സിദ്ധാന്തം മനസ്സിലാക്കി നമ്മൾ യഥാർത്ഥ ഏകദൈവ വിശ്വാസികളായിത്തീരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരിക്കലും ബഹുദൈവത്വം വിലപ്പോവില്ല. നമുക്കറിയാമല്ലോ, ട്രാഫിക് ഐലൻഡിൽ ഒരേ അധികാരമുള്ള 2 പോലീസുകാർ നിയോഗിക്കാറില്ല. കാരണം 2 കൂട്ടരുടെയും പ്രവർത്തനം താളം തെറ്റും. എവിടെയാണെങ്കിലും ക്ലാസ് മുറിയിൽ 2 അധ്യാപകരെ നിയോഗിക്കാറില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരാൾ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകൻ മറ്റേ അസിസ്റ്റൻറ്റുമായിരിക്കും. അല്ലാണ്ട് ഒരേ അധികാരമുള്ള 2 അധ്യാപകരെ നിയോഗിക്കുക. എവിടെയാണെങ്കിലും ബസ്സിൽ 2 ഡ്രൈവറെ വെക്കാറില്ല. ഓടിക്കുന്ന ഒരു ഡ്രൈവറായിരിക്കും, പക്ഷേ കണ്ടക്ടർക്കും ഡ്രൈവിംഗ് അറിയാം. അല്ലാണ്ട് ഒരു സമയം ഒരു ഡ്രൈവറെ വെക്കുക. അല്ലെങ്കിൽ ഒരു ബസ്സിൽ 2 ഭാഗത്തും സ്റ്റിയറിങ്ങും ഒക്കെ ഉണ്ട്. ഇടത് ഭാഗത്തുമുണ്ട് സ്റ്റിയറിങ്, ബ്രേക്ക്, ക്ലച്ച്, ഗിയർ. ഇടത് ഭാഗത്തുമുണ്ട്, വലതു ഭാഗത്തുമുണ്ട്. 2 ഭാഗത്തും ഓരോ ഡ്രൈവറെ വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഓരോ ഡ്രൈവറും തനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകില്ല. ഓരോ ഡ്രൈവറും ഡ്രൈവിംഗ് രീതി വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പോൾ ഒക്കെ താളം തെറ്റും. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ ഏകനായ ദൈവമാണ് ഉള്ളത്. അപ്പോൾ ആ ഏകദൈവത്തെ സിദ്ധാന്തം മനസ്സിലാക്കുക. അങ്ങനെ ഏകദൈവത്തെ മാത്രം കീഴ്വണങ്ങി ജീവിക്കുന്ന ആ ഭാഗ്യന്മാരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.